തലയിൽ ഇങ്ങനെ ഫുട്ബോളിന്റെ ഷേപ്പ് അടിക്കാൻ തുടങ്ങിയത് 2006 അതിന് ജയിച്ചാലും തോറ്റാലും അന്ന് തൊട്ട് ഇന്ന് വരെയും എല്ലാ വേൾഡ് കപ്പിലും സമീപിക്കുന്നുണ്ട്. ഫിനിഷായി തീർന്നു അല്ലേ? കഴിഞ്ഞു ചെയ്യുന്നത് നമ്മൾ എപ്പോഴായാലും ആ വർക്ക് ചെയ്യുന്നതിനോടുകൂടി തന്നെ നമ്മൾ അതിനകത്തോട്ട് ലയിച്ചങ്ങ് പോവുകയാണ്. ചെയ്ത് ഫിനിഷായി വന്നപ്പോഴത്തേക്ക് 4 മണിക്കൂർ കഴിഞ്ഞു. 7ാമത്തെ തവണയാവല്ലേ? 6ാമത്തെ തവണയാണ്. എന്റെ ഫേവറേറ്റ് ടീം അർജന്റീനയാണ്. കുണ്ടറയിൽ തലയ്ക്ക് പിടിച്ച ലോകകപ്പ് ഫുട്ബോൾ ആവേശം. ഇളമ്പള്ളൂർ നാഥൻ സലൂനുടമ കുമാർ. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിപു നിക്സന്റെ തലമുടിയിൽ വെട്ടിയൊരുക്കിയിരിക്കുകയാണ്. കുണ്ടറ പെരുനാട് കുഴിയം ചാറുകാട് സ്വദേശിയായ നിപുവിന്റെ തലമുടിയിലാണ് ഫുട്ബോൾ ആവേശം വെട്ടിയൊരുക്കിയത്. ഗ്രാഫിക്സ് ഡിസൈനർ കൂടിയായ നിപു നിക്സൺ കഴിഞ്ഞ 5 തവണയും ലോകകപ്പ് മത്സര സമയത്ത് തലമുടി വെട്ടി ഫുട്ബോൾ രൂപത്തിലാക്കിയിരുന്നു. 4 മണിക്കൂർ സമയം വേണ്ടിവന്നു നിപ്പുവിന്റെ മുടിയിൽ പന്തൊരുക്കാൻ. നിപ്പു ഫുട്ബോൾ ആരാധകൻ മാത്രമല്ല, നല്ലൊരു കളിക്കാരൻ കൂടിയാണ്. വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി ജില്ലാ, സംസ്ഥാന തലത്തിൽ കളിച്ചിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. പേരെന്തുവാ? നിപു നിക്സൺ. നിപു നിക്സൺ. എവിടെ സ്ഥലം? സ്ഥലം പടപ്പകര. ഇപ്പൊ താമസിക്കുന്നത് ചാറുകാട്. ഇതിപ്പോ എത്ര വർഷമായിട്ട് ഈ ഫുട്ബോളിന്റെ ഭ്രമം കൂടിയിട്ട് ഈ തല ഇങ്ങനെ ഫുട്ബോളിന്റെ രൂപത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്? എനിക്ക് ഫുട്ബോളിന്റെ ക്രേസ് തുടങ്ങി എനിക്കൊന്ന് 6ാം ക്ലാസ് മുതലാണ്. പക്ഷെ തലയിൽ ഇങ്ങനെ ഫുട്ബോളിന്റെ ഷേപ്പ് അടിക്കാൻ തുടങ്ങിയത് 2006 മുതലാണ്. 2006 മുതൽ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നുണ്ട്. എല്ലാം ടീം ഏതാണ്? അർജന്റീന ഫാനാണ്. അതിന് ജയിച്ചാലും തോറ്റാലും അർജന്റീന ഫാനാണ്. അടുത്ത കളിക്കും അത് തന്നെ. അടുത്ത കളിക്ക് തലയിൽ മുടിയുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ചെയ്യും. പറ്റുന്ന കാലം അത്രയും. ഇവിടെ തന്നെയാണോ നാഥൻസ് അല്ലേ? ഇളമ്പള്ളൂര് തന്നെ കുമാറണ്ണ ചെയ്തു തരുന്നത് കലാപരിപാടി. കുമാറണ്ണ അണ്ണനാണോ ഇത് എല്ലാ വർഷവും ചെയ്തോണ്ടിരിക്കുന്നത്? എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്നിട്ട് നിപു പറഞ്ഞു, ഇത് കണക്ക് തലയിൽ വേൾഡ് കപ്പ് അല്ലേ, അപ്പം തലയിൽ എന്തെങ്കിലും ഒരു മറ്റേ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ തന്നെയാണ് ആ ഒരു പറഞ്ഞ് നമുക്ക് തുടക്കം ഞാൻ പറഞ്ഞു നമുക്ക് എന്നാ തലയിൽ നമുക്ക് ഫുട്ബോൾ തന്നെ അങ്ങ് നമുക്ക് ഫുട്ബോൾ ആക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ എന്നാ പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. അപ്പം അന്ന് ഫസ്റ്റ് ഈ പറഞ്ഞ രീതിയിൽ എനിക്കും അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല ഇത് എങ്ങനെയാന്നുള്ളത്. പക്ഷെ അത് ഒരുപാട് ടൈം എടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 3-4 മണിക്കൂറോളം എടുത്തായിരുന്നു അന്ന് അത്ര ചെയ്തെടുക്കാനായിട്ട്. കളറൊക്കെ ചെയ്യും? കളറൊന്നുമില്ല, ലൈനിങ് മാത്രമേ ഉള്ളൂ. അതെല്ലാം എടുത്തു. പക്ഷെ അത് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ചെയ്യുന്ന എനിക്കും വളരെ സംതൃപ്തിയായിരുന്നു. മനസ്സിനൊരു തൊഴിൽ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് സംതൃപ്തി കിട്ടുന്നത്. അത് നല്ല രീതിയിൽ ചെയ്യിച്ചു. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയും എല്ലാ വേൾഡ് കപ്പിലും സമീപിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത്തവണയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വരെയും ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ കൂട്ടിയൊന്നും വലിയ പബ്ലിസിറ്റിയോ പരസ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ പ്രാവശ്യം എല്ലാവരും അറിയപ്പെടട്ടെ. നുപുവിനെ അറിയട്ടെ, കുമാറണ്ണനെ അറിയപ്പെടട്ടെ. ഇത് നാഥൻസ് അല്ലേ? കുണ്ട്ര ഇളമ്പള്ളൂര്, കൊല്ലം ജില്ലയില് കുണ്ട്ര ഇളമ്പള്ളൂര് നാഥൻസ്. ഇത് എത്ര വർഷമായിട്ടുണ്ട് ഈ സ്ഥാപനം? ഇതിപ്പോ 33ാമത്തെ വർഷമാണ് ഈ സ്ഥാപനം ഉള്ളത്. അത് ഇവിടെ തന്നെ ആയിരുന്നു 33 വർഷം. 33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിരുന്നു സ്ഥാപനം. മുകളിലത്തെ നിലയിൽ ഏറിയ ഇത് തന്നെ 33 വർഷമായിട്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിനോടനുബന്ധിച്ചുള്ള തലയിൽ ഫുട്ബോൾ പണിയൊക്കെ തുടങ്ങാൻ പോവുകയാണ്. കുമാറണ്ണന്റെ കരവിരുത് തുടങ്ങാം. ഓക്കെ. ഒരു ഏകദേശം ഫിനിഷിംഗ് റൗണ്ടിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ഇനി ഒന്ന് ടച്ച് മാത്രം ചെയ്താൽ മതി. മൊത്തം ഏകദേശം 4-5 മണിക്കൂർ കൂടുതൽ എടുത്തല്ലേ? 4 മണിക്കൂർ കൂടുതൽ എടുത്തായിരുന്നു. ഫിനിഷായി തീർന്നു അല്ലേ? കഴിഞ്ഞു. ഇനിയിപ്പോ ഇത് നമ്മൾ പബ്ലിക്കിലേക്ക് അയച്ചു വിടുക. ഇതിപ്പോ 5ാമത്തെ തവണയാണോ? 6ാമത്തെ തവണ. എങ്ങനെയുണ്ട് കാര്യങ്ങള് തീർന്നപ്പം? താടിയെല്ലാം റിമൂവ് ചെയ്ത്. എന്ത് ചെയ്യുന്നു? ജോലി എന്തോ? ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്. ആണല്ലേ? എത്ര വർഷമായിട്ട്? ഇപ്പം
ഞാൻ ഫസ്റ്റിൽ ചെയ്യാൻ തുടങ്ങിയത് അത് തന്നെയായിരുന്നു. അപ്പോൾ ഏകദേശം എന്തായാലും ദൈവാനുഗ്രഹിച്ചൊരു 10-16 വർഷമായി കാണും. അപ്പോൾ ഒരു ഡിസൈനർ ആയതുകൊണ്ടാണോ ഈ തല ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ചത്? അല്ല, അതുകൊണ്ടല്ല. ഞാനത് ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 10th കഴിഞ്ഞ സമയത്താണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങുന്നത് +2 കഴിഞ്ഞതിന് ശേഷമാണ്. അന്നേരം ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ എനിക്കിപ്പോ 36 വയസ്സ് കഴിഞ്ഞു. 36 വയസ്സ്. അപ്പോൾ ഫുട്ബോള് പണ്ട് ഭയങ്കര ക്രൈസ് ആണല്ലേ? ക്രൈസ് ആയിരുന്നു. ഞാൻ ഡിസ്ട്രിക്റ്റും കളിച്ചിട്ടുണ്ട്, സ്റ്റേറ്റും കളിച്ചിട്ടുണ്ട്. പ്ലെയറും കൂടിയാണല്ലേ? അതെ. ഫുട്ബോൾ ആരാധകൻ മാത്രമല്ല, ഒരു പ്ലെയർ കൂടിയാണ്. അതെ. ഏത് ക്ലബിന് വേണ്ടി കളിച്ചത്? ഞാൻ ഇവിടെ കളിച്ചോണ്ടിരുന്ന ബ്രേവ് ഹാർട്സ് എന്നും പറഞ്ഞു, കൊല്ലത്തുള്ള. പിന്നെ അല്ലാതെ ഡിസ്ട്രിക്ട് നമ്മുടെ ജില്ലാ ടീമിൽ കളിച്ചിട്ടുണ്ട്, അണ്ടർ-16 കളിച്ചിട്ടുണ്ട്, സ്റ്റേറ്റും കളിച്ചിട്ടുണ്ട്. അപ്പൊ കടുത്ത ആരാധകനാണല്ലേ ഫുട്ബോളിന്റെ? ആരാധനും കടുത്ത പ്ലെയറും ആണല്ലേ? അല്ല, വലിയ പ്ലെയർ അല്ല, എന്നാലും അത്യാവശ്യം മത്സരത്തിനൊക്കെ പോയിട്ടില്ലേ? അതെ. കടുത്ത പ്ലെയർ അല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ലല്ലോ. എവിടെ താമസിക്കുന്ന? അവിടെ ഇപ്പൊ താമസിക്കുന്നത് ചാറുകാട്, അതായത് കുഴിയം അമ്പലത്തിന്റെ മോൾ ഭാഗം വരും. കുണ്ടറ കുഴിയം അല്ലേ? അതെ, കൊല്ലം ജില്ലയില്. അതെ. കുമാരണ്ണ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇപ്പൊ തീർന്നോ? ഫുൾ ഏകദേശം ഒരുവിധം ഫിനിഷായി. കണ്ടപ്പോ എന്ത് തോന്നുന്നു? ഭയങ്കര സംതൃപ്തി അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു മനസ്സിന് നല്ലൊരു കുളിർമ തോന്നുന്നുണ്ട്. നമ്മൾ ഈ തൊഴിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കലാപരമായുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോഴാണ് മനസ്സിനൊരു സന്തോഷം അല്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുറച്ച് റിസ്ക് ആയിട്ടുള്ള വർക്കുകൾ വരുന്നത് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിപ്പം ഇത് എന്നും ഇല്ലല്ലോ ഇങ്ങനെയുള്ള സംഭവം, എപ്പോഴും ഇല്ല. ഇത് ഇങ്ങനെയുള്ള സീസൺ ആളുകൾ കൂടുമ്പോഴുള്ള ഒരു സംഭവം. അപ്പൊ അത് നല്ലോണം അങ്ങ് ആസ്വദിച്ച് ചെയ്യുമല്ലേ ചെയ്യുന്നത്? നമ്മൾ എപ്പോഴായാലും ആ വർക്ക് ചെയ്യുന്ന കൂടി തന്നെ നമ്മൾ അതിനകത്തോട്ട് ലയിച്ചങ്ങ് പോവുകയാണ്. അവർക്കുള്ള ഉള്ള അതേ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് അണ്ണന്റെ മനസ്സിൽ. അത് തീർച്ചയായും വരണമല്ലോ, ഫിനിഷിംഗ് വരത്തുള്ളൂ. മനസ്സിലും അതുപോലെ ഉൾക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ. അത് ഇപ്പൊ എത്ര സമയം എടുത്തത്? ഇതിപ്പോ ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞു. 4 മണിക്കൂർ ചെയ്ത് ഫിനിഷായി വന്നപ്പോഴത്തേക്ക് 4 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത ഫുട്ബോൾ സമയത്തായിരിക്കും ഇനി ഫുട്ബോൾ സമയത്ത് പറയുന്ന രീതിയിൽ അടുത്ത 7ാമത്തെ തവണയാവല്ലേ? ഇത് 6ാമത്തെ തവണയാണ്. ഞാനിത് 2006 മുതലാണ് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യത്തെ വേൾഡ് കപ്പ് ആദ്യമായിട്ട് ചെയ്യുന്ന വേൾഡ് കപ്പ് 2006-ലായിരുന്നു. ഇതിപ്പം 6ാമത്തെ വേൾഡ് കപ്പാണ് ചെയ്യുന്നത്. ഞാൻ അർജൻറ്റീനയാണ് എൻ്റെ ഫേവറേറ്റ് ടീം. ബാക്കിയുള്ള ടീമുകൾ മോശമാണെന്നല്ല, എൻ്റെ ഫേവറേറ്റ് ടീം അർജൻറ്റീനയാണ്. പിന്നെ ഈ പ്രാവശ്യം ചെയ്യുന്നതിനകത്ത് എനിക്ക് പേഴ്സണലി ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ 5 പ്രാവശ്യം ചെയ്തപ്പോഴും പേയ്മെൻറ്റ് കൊടുത്തായിരുന്നു. ഈ പ്രാവശ്യം പേയ്മെൻറ്റിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ കുമാരണ്ണൻ പറഞ്ഞ നാദൻസിലെ കുമാരണ്ണൻ പറഞ്ഞ് ഈ പ്രാവശ്യം എന്തായാലും പേയ്മെൻറ്റ് വേണ്ട, ഈ പ്രാവശ്യം എന്തായാലും കുമാരണ്ണൻ്റെ ചിലവിൽ ചെയ്യുകയെന്ന് പറഞ്ഞു. അപ്പോൾ സൗജന്യമായിട്ടാണ് ചെയ്തിരുന്നല്ലേ? ഇത് ഈ പ്രാവശ്യം പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. ലിബുവിൻ്റെ ഫുട്ബോളിനോടുള്ള ആ ഒരു ആവേശം കണ്ടിട്ടായിരിക്കും അല്ലേ? അത് എനിക്കൊരു അംഗീകാരം കൂടാണത്. തീർച്ചയായിട്ടും ആ ഒരു മനസ്സ് കുമാറിന് തോന്നിയല്ലോ. ഇത്രയും വർഷം ചെയ്തിട്ടേ. അല്ല, ഇത് ഇത്രയും വർഷം കൊണ്ട് ഒരാളുടെ മനസ്സിൽ എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി.